ഹലോ ഗൈസ്, നമ്മളിത് പരുന്തുംപാറ എത്തിയിട്ടുണ്ട്. എന്താണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. സമയം വന്നിട്ട് ഇപ്പൊ 8:30 ആയതേ ഉള്ളു. എന്നാലും നല്ല വെയില്. കുന്നിന്റെ മണ്ട നിൽക്കണമെന്നാണെന്ന് തോന്നുന്നു. താഴെ എന്തോ കാണുന്നു, സ്കൂളാണെന്ന് തോന്നുന്നു. അല്ല, അവിടെ നിൽക്കുന്നു സ്കൂളെന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ എന്താ കെട്ടിടങ്ങളുണ്ട്, അവിടെയൊക്കെ കാറ് പാർക്കിംഗ് ചെയ്യുന്നുണ്ട്. കടകളൊക്കെ തുറക്കണേ ഉള്ളു, സമയമായി വരണതേ ഉള്ളു. ഇവിടെ ഇരിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ താഴെ നിൽപ്പുണ്ട്. കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നടന്ന് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരണം, പരുന്തുംപാറയിൽ. ഇതുവഴി നടന്നിറങ്ങാൻ കേട്ടോ, വഴി ഉണ്ടായിരുന്നു. വെറുതെ കാറ്റിനിടെ കൂടെ വന്നു. ഇതാണ് സീന്. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം ഗൈസ്. എന്നാ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി. സൂപ്പർ വെള്ളച്ചാട്ടം 2-3 സ്ഥലത്തുണ്ട്, അടിപൊളി. ഇവിടെ നിന്ന് നടന്ന് മുകളിലോട്ടും പോവാം കേട്ടാ. അവിടെ നിന്ന് കാണാൻ അടിപൊളിയായിരിക്കും. നമുക്ക് നടന്ന് മുകളിലോട്ടും പോയി കാണാം അല്ലടാ. എങ്ങനെയുണ്ട് സ്ഥലം, ഇഷ്ടപ്പെട്ടോ? പറ, സ്ഥലത്തിനെ പറ്റി കണ്ട അഭിപ്രായം പറ. പരുന്തുംപാറയാണെന്ന് ഞാൻ പറഞ്ഞു അവരടുത്ത്. നീ ബാക്കി കാര്യം പറ, നിനക്ക് ഇഷ്ടപ്പെട്ട വലിയ കാര്യം പറ. ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു സ്ഥലം കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരങ്ങളുണ്ട്. അത് പിന്നെ മരങ്ങൾ, പിന്നെ ഇവിടെ ഈ കാട്ടിന് പിന്നെ മരങ്ങളെല്ലാം പിന്നെ ഇവിടെ ഒരുപാട് കമ്പികൾ ആരും അങ്ങോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടി ഇത് ഭയങ്കര ഒരു അഗാധമായ കൊക്കയാണ്. കിങ് ഓഫ് കൊത്ത ദുൽഖറിന്റെ, അത് ഞാൻ കണ്ടായിരുന്നു. അവരുടെ ചോദിക്കണമെങ്കിലും ഞാൻ തന്നെ പറഞ്ഞാൽ നല്ലത്. നമുക്ക് താഴോട്ട് നടന്ന് അടുത്ത് വ്യൂ പോയിന്റ് ഒക്കെ ഒന്ന് കാണാം. ഇവിടെ നിന്ന് കാണാൻ അടിപൊളിയാട്ടോ. എന്ത് ഉയരത്തിലാണെന്നറിയാം ഞാൻ നിൽക്കണ ഇപ്പൊ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അറിയാം എന്ത് ഉയരത്തിലാണ് നമ്മൾ നിൽക്കണേന്ന്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ആൾക്കാർ കയറി വരണം. നടന്ന് നമ്മൾ പോകുമ്പോൾ അവിടെ പോകും. അവിടെ പോയി അവിടെ ഉള്ള വീഡിയോ. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ പാറയിൽ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അവൻ മുന്നേ പോവാണ്. ഒരു ടാസ്ക് ആണെന്നാണ് ഇവിടുന്ന് കയറിപ്പോയന്മാര് പറഞ്ഞത്. കറക്റ്റ് ഇറങ്ങിയില്ലെങ്കിൽ താഴെ പോകുന്നൊക്കെയാണ് അവന്മാര് പറയണത്. എന്തായാലും നോക്കാം നമുക്ക്. കുത്തനെ കിടക്കുകയാണ്. കാലൊന്ന് തന്നെയാ നേരെ അങ്ങ് താഴെ, പിന്നെ നോക്കണ്ട. ഇവിടെ നടന്ന് അവിടെ വരെ പോണം. റിസ്ക് ആണ്, എന്നാലും നമുക്ക് ഇറങ്ങിപ്പോ. അയ്യോ, ഇവിടെ നിന്ന് അതുവരെ ഇറങ്ങാൻ പാട്. അവ അങ്ങ് വണ്ടേ എത്തി. ഹായ്. എടേ, ഇത് കിടക്കണുണ്ടോ? ഇത് ഇറങ്ങും ഇത്തിരി പാടാണ് കേട്ടോ. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ നേരെ താഴെ പോവാൻ. ഓടെ എന്റെ ചെരുപ്പാണെങ്കിൽ തെന്നും. ഇവിടെ എല്ലാം കിടക്കട്ടെ, തിരിച്ചു പോകുമ്പോ എടുക്ക. എന്റെ ചെരുപ്പ് തെന്നും. ചെരുപ്പ് രാവിലെ വെള്ളം നനച്ച കാരണം ചെരുപ്പ് കാലിന് തെന്നി പോകും. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഊരി കളഞ്ഞിട്ട് ഇറങ്ങി. അല്ലാതെ തന്നെ ഇറങ്ങി. നീ ഇവിടെ നിന്ന് ആളോട്ട് കയറി പോകാൻ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്.
അപ്പം നമ്മുടെ പയ്യന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ മുകളിൽ കയറി. ഇനി ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. അതൊരു രക്ഷയില്ലായിരിക്കും. അയ്യോ, ഇനി ഇവിടെ നിന്ന് തിരിച്ച് അത്രയും ദൂരം അങ്ങ് നടന്ന് മേളിൽ കയറുന്ന കാര്യാലേക്കും വേണം. എന്തായാലും തിരിച്ച് കയറണം. അപ്പൊ തിരിച്ച് കയറിയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏലപ്പാറ ഇറങ്ങിയപ്പോൾ സമയം വന്നിട്ട് 10:15 വിശന്ന് നല്ല കിളി പറന്ന് നല്ല വിശപ്പ്. അവന്മാർ വണ്ടിയുടെ അടുത്ത് തന്നെ കഴിക്കാൻ അതിരിക്കും. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണാണം പോയാൽ ഞാനിവനും കൂടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ചാർജ് കുറവ്. ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാൻ കാരണം ചാർജ് ഇടണം. മൊബൈൽ ചാർജ് ഇട്ടിട്ട് വേണം കഴിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം അല്ലേ. പിന്നെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി ബെറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ച് പിന്നെ ഒരു ചായയും കുടിച്ച് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കാൻ നല്ല രസമുണ്ടാക്കി. അപ്പം നല്ലൊരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫുള്ള് പച്ചപ്പ് പിടിച്ച് കിടക്കണം. ഒരു ഫാമാണ് കേട്ടോ അത്. ഇതാ കാണുന്ന ഇത് ഫാമാണ്. അതിനത് കണ്ടോണ്ടിറങ്ങിയത് നല്ല ഭംഗിയാണ്. അത് ആ കാണുന്നതെല്ലാം ഫാമാണ്. ഫുള്ള് പച്ചപ്പ്. കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പൈൻ വാലി കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ മച്ചന്മാരെ, നമ്മളിപ്പോ പൈൻ വാലിയിലാണ് നിൽക്കുന്നത്. അതല്ലേ ഞാനും പറഞ്ഞത്. നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട? എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3600 അടി ദൂരെയാണ് പൈൻ വാലി ഉള്ളത്. ഉള്ളത് ദരിദ്രം പറഞ്ഞു കൊടുക്കുക. ഹലോ ഗൈസ്, തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഒരു രക്ഷയില്ല തിരക്ക്. കണ്ടത്തെ ഈ സൈഡ് ഫുള്ള് കടയാണ്. ഇതെല്ലാം നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് പൈൻ വാലിയിലോട്ട് എത്താൻ പറ്റുന്നത്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോകൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്യും. ഹലോ ഗൈസ്, നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് വന്നിട്ട് 10 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപ. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി. ഇതാണ് പൈൻ വാലി മരം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പക്ഷികളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ കാണാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇന്റർലോക്ക് ഇപ്പൊ ഇട്ടാണ്. പണ്ട് നമ്മൾ വന്നപ്പോ ഇന്റർലോക്ക് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുറെ പുരോഗമിച്ചു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നു. അതിനായിരിക്കും ഇപ്പൊ ഒരു ഫീസ് വാങ്ങിക്കണത്. പുസ്തകം കൊടുത്തിട്ട് നമുക്ക് അറിയാൻ വേണ്ടി ഓരോന്നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ നേരെ ഇപ്പുറത്തുണ്ട്. ഇവിടെ ബേർഡ്സിന്റെ അതിന്റെ സീറ്റും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് അറിയാൻ വേണ്ടി. ഇതൊക്കെ ഇപ്പൊ ശരിയാണ് കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു.